5ാം ക്ലാസ് വരെ മാത്രം റെഗുലർ സ്കൂളിൽ വിദ്യാഭ്യാസം. പിന്നീട് കാപ്പാട് അനാഥ മന്ദിരത്തിലാണ് തുടർ പഠനം നടന്നത്. 18ാമത്തെ വയസ്സിലാണ് ഓപ്പൺ സ്കൂൾ സിസ്റ്റത്തിലൂടെ അദ്ദേഹത്തിന് SSLC പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഹസനി പട്ടവും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രിയും പൂർത്തീകരിച്ചു. മദ്രസ അധ്യാപകനായും വിവർത്തകനായും മാധ്യമപ്രവർത്തകനായും ഒക്കെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഒട്ടനവധി തൊഴിലുകൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അവസാനം 28ാമത്തെ വയസ്സിൽ മദ്രസാധ്യാപകനായ തൻ്റെ പിതാവിൻ്റെ നിരന്തരമായ പ്രോത്സാഹനത്തിലൂടെ 693 റാങ്കോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായ സിവിൽ സർവീസ് പരീക്ഷ അദ്ദേഹം കരസ്ഥമാക്കി. 5 തവണ പരാജയപ്പെട്ടെടുത്ത് 6ാം തവണയാണ് അദ്ദേഹത്തിന് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 2 വർഷം മുമ്പ് നാം കേട്ട മിസ്റ്റർ ഷാഹിദ് തിരുവള്ളൂരിൻ്റെ ജീവിത ചരിത്രമാണ് ഞാനിവിടെ ചുരുക്കി പറഞ്ഞത്. അദ്ദേഹത്തിന് ആ നേട്ടം കൈവരിക്കാൻ സഹായിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള റെസിഡൻഷ്യൽ കോച്ചിംഗ് അക്കാഡമി. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ പരിശീലനം നൽകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശന പരീക്ഷയുടെ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സെന്റർ ഫോർ കോച്ചിംഗ് ആൻഡ് കരിയർ പ്ലാനിങ്ങിന്റെ കീഴിലുള്ള റെസിഡൻഷ്യൽ കോച്ചിംഗ് അക്കാഡമിയെ കുറിച്ചാണ് മോട്ടീവ് ലാബ്സിന്റെ ഇത്തവണത്തെ എപ്പിസോഡ്. ഏവർക്കും സ്വാഗതം. പണ്ട് സിനിമയിൽ മാത്രം പരിചിതമായിരുന്ന തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് IASഉം ഭരത് ചന്ദ്രൻ IPSഉം ഒക്കെ ഇന്ന് കളക്ടർ ബ്രോ പ്രശാന്തായും ഡോക്ടർ വാസുകിയായും അനുപമയായും IPS വിജയനായും ഡോക്ടർ അദീല IAS ആയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യസേവനവും സാമൂഹ്യ സേവനവും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ മേഖലയാണ് ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന സിവിൽ സർവീസ് മേഖലകൾ. ജനസേവനത്തിൽ താൽപ്പര്യമുള്ളവർക്കും കഠിനാധ്വാനത്തിന് തയ്യാറായ ആളുകൾക്കും ലഭിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും മഹനീയവും ബഹുമാനാർഹവുമായ പദവികളാണ് ശരിക്കും സിവിൽ സർവീസ് മേഖലകൾ. ഈ മേഖലകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന എക്സാമാണല്ലോ സിവിൽ സർവീസ് എക്സാം. ഇന്ത്യയിൽ അറിവും കഴിവും മാറ്റിരക്കുന്ന ഏറ്റവും വലിയ പരീക്ഷയായിട്ടാണ് സിവിൽ സർവീസ് എക്സാമുകളെ കണക്കാക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾക്ക് പുറമെ MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർമാർ, LLB പൂർത്തിയാക്കിയ ബിരുദധാരികൾ, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണൽ അടക്കം ഒട്ടനവധി ആളുകൾ ഈ അംഗത്തിൽ മാറ്റുരക്കുന്നുണ്ട്. ഇനി സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ IAS, IPS, IFS, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് തുടങ്ങി 24ഓളം ഇന്ത്യൻ സർവീസ് മേഖലകളിലേക്ക് കഴിവുറ്റ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻസ്. 10 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷകരായി ഉണ്ടാകുമെങ്കിലും കേവലം 1000-ൽ താഴെ ആളുകളെ മാത്രമാണ് ഓരോ വർഷവും നിയമിക്കപ്പെടുന്നത്. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രിലിമിനറി എക്സാം ആണ് അതിൻ്റെ 1ാം ഘട്ടം. 1ാം ഘട്ടത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷിക്കുമെങ്കിലും അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശരിക്കും പഠിച്ച് തയ്യാറായ 5 ലക്ഷത്തിലധികം ആളുകൾ മാത്രമാണ് പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പ്രിലിമിനറി എക്സാമിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് ഓരോ വർഷവും നിയമിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൻ്റെ 12-13 ഇരട്ടി ആളുകളെ മാത്രമാണ് 2ാം ഘട്ടമായ മെയിൻ എക്സാമിന് വേണ്ടി യോഗ്യരായവരായി പ്രഖ്യാപിക്കുന്നത്. ഓരോ വർഷവും നിയമിക്കപ്പെടുന്ന ആളുകളുടെ 2.5 ഇരട്ടി ആളുകളെ മാത്രമാണ് മെയിൻ എക്സാം വിജയികളിൽ നിന്നും 3ാം ഘട്ട ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്നത്. ഇങ്ങനെ കഠിനാധ്വാനത്തിൻ്റെയും കൃത്യമായ തയ്യാറെടുപ്പുകളുടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളുടെയും ശക്തമായ ഒരു മത്സരമാണ് ശരിക്കും സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്ന സൗജന്യ കോച്ചിങ് സെൻറ്ററിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ സൗജന്യ പരിശീലന കേന്ദ്രം ഉള്ളത്. സെന്റർ ഫോർ കോച്ചിംഗ് ആൻഡ് കരിയർ പ്ലാനിങ്ങിന്റെ കീഴിലുള്ള റെസിഡൻഷ്യൽ കോച്ചിംഗ് അക്കാഡമിയിലാണ് ഞാൻ ഈ പറഞ്ഞ സിവിൽ സർവീസ് പ്രിലിമിനറി കം മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സൗജന്യ പരിശീലനം ലഭിക്കുന്നത്. കോച്ചിംഗ് ക്ലാസുകൾ, ടെസ്റ്റ് സീരീസ്, സൗജന്യ താമസം, 24 hours ലൈബ്രറി ഫെസിലിറ്റി ഉൾപ്പെടെ മെയിൻ എക്സാമിനേഷന് പാസ്സാകുന്ന കുട്ടികൾക്ക് മോക്ക് ഇന്റർവ്യൂവും സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കും.
2021 സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സൗജന്യ പരിശീലന ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിനുള്ള അപേക്ഷ ഇപ്പോൾ ജാമിയ മില്ലിയ ക്ഷണിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 15-ാം തീയതിയാണ്, ജൂൺ 15 സൺഡേ ആണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. ഈ അഡ്മിഷൻ ടെസ്റ്റ് പാസ്സാകുന്നതോടുകൂടി നിങ്ങൾക്ക് അക്കാഡമിയിൽ പ്രവേശനം ലഭിക്കുകയും അവിടെ സൗജന്യമായ പരിശീലനം ലഭിക്കുകയും ചെയ്യും. ശ്രീനഗർ, ഡൽഹി, ഗുവാഹത്തി, ലഖ്നൗ, ബാംഗ്ലൂരു, മലപ്പുറം ഇങ്ങനെ 6 കേന്ദ്രങ്ങളിലാണ് ശരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുള്ളത്. കേരളത്തിലെ മലപ്പുറത്ത് പരീക്ഷാ കേന്ദ്രം ഉണ്ട് എന്നതിനാൽ മലയാളി കുട്ടികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനും കഴിയും. പൂർണ്ണമായും ഒരു അക്കാഡമിക് എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് കോച്ചിങ് ലഭിക്കുന്നു എന്നതിനാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ പരിശീലനം ലഭിക്കുക വഴി സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുവാൻ നിങ്ങൾക്കത് ഗുണകരമാവുകയും ചെയ്യും. ഇക്കഴിഞ്ഞ ജാനുവരിയിൽ വന്ന സിവിൽ സർവീസ് മെയിൻ എക്സാമിനേഷന്റെ റിസൾട്ടിൽ ഈ അക്കാഡമിയിൽ നിന്ന് 50 കുട്ടികളാണ് പാസ്സായത്. റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമിയെക്കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥിയും സിവിൽ സർവീസ് ജേതാവുമായ മിസ്റ്റർ ഷാഹിദ് തിരുവള്ളൂർ സംസാരിക്കുന്നത് കാണാം. നിരവധി വർഷങ്ങളായി ഈ അക്കാഡമിയുടെ കീഴിൽ കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ലഭിക്കുന്ന നിരന്തരമായ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിരന്തരം ലഭിക്കുന്ന അധ്യാപകരുടെ സേവനമോ ഒന്നുമല്ല, മറിച്ച് അവിടെയുള്ള അന്തരീക്ഷമാണ്. അവിടെയുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും സിവിൽ സർവീസ് ലഭിച്ച ആളുകൾ അവിടെ ഉണ്ടാകും, പഠിക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കാനും അതുവഴി സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം. പിന്നെയുള്ളത് വളരെ വിശാലമായ 2 സിവിൽ സർവീസ് ലൈബ്രറികൾ. അതിൽ നിന്നുള്ള പുസ്തകങ്ങളെക്കാൾ അപ്പുറം വായനാശാല, പൂർണ്ണ സമയ നെറ്റ് സൗകര്യത്തോടെ മുഴുവൻ സമയം 24 മണിക്കൂറും തുറന്നിട്ട ഒരു 2 വായനശാലകൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ വായനശാലയിൽ എപ്പോൾ വന്നിരിക്കാനും പൂർണ്ണ സമയം വായിക്കാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി അവർ ഒരുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അക്കാഡമിയുടെ പ്രവേശന പരീക്ഷയുടെ വിശദാംശങ്ങളൊന്ന് നോക്കാം. ആർക്കൊക്കെയാണ് ഈ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, മറ്റ് മൈനോറിറ്റീസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ജനറൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ എന്നിവർക്കാണ് ഈ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി എൻട്രൻസ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കാം. ആകെ 150 മാർക്കാണ് ഉള്ളത്. 2 പേപ്പറുകളുടെ എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും കൂടി ചേർന്നതാണ് 150 മാർക്ക്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ഒബ്ജക്റ്റീവ് OMR ടെസ്റ്റ് രീതിയാണ്. 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആകെ 60 മാർക്കാണ്. ചോദ്യ പേപ്പർ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാണ്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. പേപ്പർ 2 എസ്സേ റൈറ്റിംഗ് ആണ്. 30 മാർക്ക് വീതമുള്ള 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടി വരും. 60 മാർക്കാണ് രണ്ടാമത്തെ പേപ്പറിനുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ആകെ 3 മണിക്കൂറുള്ള എഴുത്തു പരീക്ഷയിൽ ആദ്യ 1 മണിക്കൂർ കഴിയുമ്പോൾ പേപ്പർ 1 ഉത്തരക്കടലാസ് തിരികെ വാങ്ങും. പിന്നീടുള്ള 2 മണിക്കൂറാണ് പേപ്പർ 2 പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ളത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പേപ്പർ 1-ൽ ഉയർന്ന മാർക്ക് വാങ്ങുന്ന 1500 കുട്ടികളുടെ മാത്രമേ പേപ്പർ 2 ഇവാലുവേറ്റ് ചെയ്യുകയുള്ളൂ. ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റിന് ആകെ 30 മാർക്കാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 150 മാർക്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 208 കുട്ടികൾക്കാണ് ഇത്തവണ അക്കാഡമിയിൽ പ്രവേശനം ലഭിക്കുന്നത്. പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മുടെ മിക്ക കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒരു തെറ്റായ ധാരണയാണ് സിവിൽ സർവീസ് എന്നത് ബുദ്ധിജീവികൾക്കും പഠിപ്പിസ്റ്റുകൾക്കും മാത്രമുള്ള ഒന്നാണ് എന്ന്. എന്നാൽ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും ഒരു മത്സരാധിഷ്ഠിത മനോഭാവവുമുള്ള ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് എന്നും ഇതൊരു ബാലികേറാമലയല്ല എന്നും ഇത് കരസ്ഥമാക്കിയ ആളുകളുടെ ജീവചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച ഷാഹിദ് തിരുവള്ളൂർ. മറ്റൊന്ന്, 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരിക്കെ കിട്ടുന്നതൊക്കെയും വായിച്ചു കൂട്ടി അറിവ് വർദ്ധിപ്പിച്ച് അവസാനം സിവിൽ സർവീസ് നേടിയ, സ്റ്റുഡൻറ് കേഡറ്റ് പോലീസ് എന്ന പുത്തൻ ആശയം ഉൾപ്പെടെ ഒട്ടനവധി സംരംഭങ്ങൾക്ക്, കമ്മ്യൂണിറ്റി ബേസ്ഡ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച P. വിജയൻ IPS.
ജന്മന ഇരു കൈകൾക്കും സ്വാധീനമില്ലാത്ത സെറിബ്രൽ പൾസി ബാധിച്ച വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച 2014 ഒന്നാം റാങ്കുകാരി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇറാ സിംഗാൾ. കേരളത്തിൽ നിന്നും ആദിവാസി വിഭാഗത്തിൽ ആദ്യമായി സിവിൽ സർവീസ് കരസ്ഥമാക്കിയ, ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് അസിസ്റ്റന്റ് ജില്ലാ കളക്ടറായി സ്ഥാനമേറ്റ ചുമതലയേറ്റ മിസ് ശ്രീധന്യ സുരേഷ്. ചെറുപ്പം മുതൽ 21 വയസ്സുവരെ മുക്കം അനാഥാലയത്തിൽ താമസിക്കുകയും പിന്നീട് PSCയുടെ 21 ലിസ്റ്റുകളിൽ സ്ഥാനം പിടിച്ച് അവസാനം സിവിൽ സർവീസ് കരസ്ഥമാക്കുകയും ചെയ്ത, നിലവിൽ നാഗാലാൻഡിൽ കളക്ടറായി ജോലി നോക്കുന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി ശിഹാബ് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെ നേരിട്ട് ജുവനൈൽ മാക്കുലാർ ഡീജനറേഷൻ എന്ന അസുഖം ബാധിച്ച് അന്ധനായി മാറുകയും പിന്നീട് ഓഡിയോ ബുക്സിന്റെ സഹായത്തോടുകൂടി അന്ധതയെ നേരിട്ട് അതിജീവിച്ച് സിവിൽ സർവീസ് കരസ്ഥമാക്കുകയും ചെയ്ത അമൻ ഗുപ്ത. വളക്കച്ചവടക്കാരിൽ നിന്ന് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി സിവിൽ സർവീസ് നേടിയ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രമേശ് ഗോലപ്. ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ ആത്മവിശ്വാസത്തോടുകൂടി സിവിൽ സർവീസ് കരസ്ഥമാക്കിയ ഒട്ടനവധി ആളുകളുടെ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു തൊഴിൽ മേഖല എന്ന നിലക്ക് സിവിൽ സർവീസിന് തുല്യമായി മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അംഗീകാരം, ജോബ് സെക്യൂരിറ്റി, ജനങ്ങളെ സേവിക്കുന്നതിലൂടെ കിട്ടുന്ന മനസ്സംതൃപ്തി ഒക്കെ ഈ തൊഴിലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് കാലമേറെ കഴിഞ്ഞിട്ടും ന്യൂജൻ കോഴ്സുകളും തൊഴിലിടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇന്ത്യയിലെ ബിരുദധാരികൾക്ക് സിവിൽ സർവീസിനോടുള്ള അഭിനിവേശത്തിന് കുറവ് വരാത്തത്. മിടുക്കേറെ ഉണ്ടായിട്ടും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സിവിൽ സർവീസ് നേടുന്ന മലയാളികളുടെ എണ്ണം ഇപ്പോഴും വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളൊരു ബിരുദധാരിയാണ് എങ്കിൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ ഇത്തരം സൗജന്യ പരിശീലന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി സിവിൽ സർവീസ് എക്സാമിനെ നേരിടുവാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതല്ല, നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എങ്കിൽ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ പത്രവായന ശീലമാക്കുകയും ഡിബേറ്റ് ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വൈജ്ഞാനികമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി ആത്മവിശ്വാസത്തോടുകൂടി സിവിൽ സർവീസ് പരീക്ഷയെ നേരിടുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മോട്ടീവ് ലാബ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.